ഹായ് നമസ്കാരം. ഞാൻ ചെന്നൈയിലാണുള്ളത്. നമ്മൾ ചെന്നൈയിലെ കുറേ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വീഡിയോസ് ഇപ്പം മുൻപ് ഉള്ള എപ്പിസോഡിലെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് വണ്ടല്ലൂർ എന്നുള്ള സ്ഥലത്താണ്. ഇത് വണ്ടല്ലൂർ എന്ന് പറഞ്ഞാൽ ചെന്നൈ എഗ്മോർ എന്നുള്ള ഞാൻ ട്രെയിൻ കയറി വണ്ടല്ലൂർ എത്തിയിരിക്കുന്നത്. റൂട്ടും അതിൻ്റെ പ്രൈസെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു സൂ ഉണ്ട്. സൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് ആ സൂവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വലിയ സൂ ആണെന്നാണ് കേട്ടത്. ഏകദേശം ഒരു ദിവസം തന്നെ നമുക്ക് ചുറ്റിക്കാണാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വരും. അപ്പോൾ ഞാൻ ഈ സൂവിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വാട്ടർഫോളാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരുന്നത് പറഞ്ഞാൽ ചെന്നൈ സെൻട്രലിൽ നിന്ന് വരാം. ഞാനിവിടുന്ന് എഗ്മോർ എന്നാണ് ഞാൻ ട്രെയിൻ കയറിയത്. ബസ്സിൽ വരാം, അതുപോലെ എയർപോർട്ടിൻ്റെ അടുത്താണ്. ട്രെയിനാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എഗ്മോറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതാണ്. ഒരാൾക്ക് 20 രൂപയാണ്. അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. വണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്, ട്രെയിൻ സ്റ്റോപ്പുണ്ട് വണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ്. റോഡ് സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ചെന്നൈയിൽ വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. മീൻസ് 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ യാത്രയേ ഉള്ളൂ. അതിന് എപ്പോഴും ട്രെയിൻ ഉണ്ട് ചെന്നൈയിൽ നിന്ന് വണ്ടല്ലൂരിലേക്ക്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ക്യാമറ എത്ര ചാർജ് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഏകദേശം ഒരു ദിവസം തന്നെ ചുറ്റിക്കാണാനുള്ള അത്രയും വലിയ സൂവാണിത്. നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയവർക്ക് 75 രൂപയാണ്, കുട്ടികൾക്ക് 35 രൂപയാണ് പറയുന്നത്. കുട്ടികൾക്ക് 35 രൂപ. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ മൊബൈൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ 25 രൂപയും. പിന്നെ സ്റ്റിൽ ക്യാമറ, ഹാൻഡി ക്യാമറയാണ് 250 രൂപയാണ്. അതുപോലെ ഇപ്പോൾ വീഡിയോ ക്യാമറ, പ്രൊഫഷണൽ ക്യാമറയാണ് 500 രൂപയാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇവിടെ ഉള്ളിലേക്ക് നമുക്ക് ഫുഡൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ ഇതെല്ലാം വെച്ച് ബാഗെല്ലാം വെച്ചിട്ട് വേണം ഉള്ളോട്ടേക്ക് പോകാൻ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് വേണമെങ്കിൽ തിരിച്ചിട്ട് പിന്നെ പോകാം, അതിന് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഫുഡൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. വരുമ്പം തന്നെ ഇവിടെ കാണുന്നത് ഒരു വാട്ടർഫോളാണ്. ഇതിൻ്റെ വാട്ടർഫോളിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്കുള്ള വഴി വരുന്നത്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇതിന് ഈ സൈഡിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്കുള്ള വഴി. അപ്പം നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ കാണുന്നത് ഈ വണ്ടല്ലൂർ സൂവിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ടിക്കറ്റ് എടുക്കാം. നമുക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക. മാപ്പുണ്ട്, ആനിമൽസിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, അതുപോലെ 4D വ്യൂ ഉണ്ട്, ലൈവ് സ്ട്രീം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ സൂവിലുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചെല്ലാം ഈ ആപ്പിൽ നിന്ന് വിവരം ലഭിക്കുമെന്നാണ് ഇവിടെ ബോർഡിൽ അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആപ്പും യൂസ് ചെയ്യുക ഇവിടെ വരണമെങ്കിൽ, ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ഇവർ പറയുന്നത് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ചിൽഡ്രൻസ് പാർക്കാണെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുട്ടികളൊന്നല്ല കളിക്കുന്നത്, വലിയവർ തന്നെയാണ് ഇതിനകത്ത് കളിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. പുതുതായിട്ട് ഉണ്ടാക്കിയൊരു ചിൽഡ്രൻസ് പാർക്കാണിത്. ഇത് ഇവിടുത്തെ ലയൺ സഫാരി പാർക്കുണ്ട്, അവിടത്തേക്കുള്ള വണ്ടിയാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ലയൺ സഫാരിക്കുള്ള ടിക്കറ്റ് കൂടി എടുത്താൽ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലാണ് അവർ ലയൺ സഫാരി പാർക്കിലേക്കുള്ള പോകുന്നത്. അപ്പോൾ ഇവിടെ ആൾ ആവാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഈ ബസ്സിലേക്കുള്ള ആളാവുമ്പോൾ ആണ് നമ്മൾ പോവുക. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് എടുക്കുന്നത് അവിടുന്ന്. നമുക്ക് സൂ കാണാൻ വേണ്ടിയിട്ട് ബാറ്ററി കാറുണ്ട് കേട്ടോ. ബാറ്ററി കാറിന് ചാർജ് വരുന്നത് 100 രൂപയാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുക, ഒരു 2, 4, 6, ഒരു 10-12 പേർക്ക് പോകാൻ പറ്റിയ ബാറ്ററി കാർ 100 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പം കുട്ടികളും അതുപോലെ പ്രായമുള്ളവർക്കെല്ലാം സൂ കാണാൻ വേണ്ടിയിട്ട്, എളുപ്പം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. ഇവിടെ നമുക്ക് സൂ കാണാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ നമുക്ക് ചുറ്റി കാണാം. അതുപോലെ ഇവിടെ ഇലക്ട്രിക് സൈക്കിളുണ്ട്, നമ്മുടെ സാധാ സൈക്കിളുണ്ട്. അപ്പോൾ സാധാ സൈക്കിളിന് വരുന്നത് അവറിന് 30 രൂപയാണ്. അതുപോലെ ഇലക്ട്രിക് സൈക്കിളിന് വരുന്നത് 90 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇതിൽ കുറേ സൈക്കിൾസൊക്കെ ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് സൈക്കിളുണ്ട്, സാധാ നമ്മളെ നോർമൽ സൈക്കിളും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സൈക്കിളും സാധാ നോർമൽ സൈക്കിളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് ഉണ്ട്. ഇതിന് 500 രൂപയാണ് ഇലക്ട്രിക് സൈക്കിളിന് ഇവർ ഡിപ്പോസിറ്റ് ചോദിക്കുന്നത്. അതുപോലെ സാധാ നോർമൽ സൈക്കിളിന് ഇവർ 200 രൂപയാണ് ഡിപ്പോസിറ്റ് ചോദിക്കുന്നത്.
അടുത്ത് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഇത് വാട്ടർ ബേർഡ്സ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്കാണ്. നിറയെ പക്ഷികളൊക്കെ ഉള്ള ഒരു ലേക്കാണ്. അതുമ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ലേക്കിലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയാൽ ലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ലേക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പക്ഷികളുള്ള ഒരു ലേക്കിൻ്റെ ബോർഡ് കണ്ടില്ലേ നമ്മൾ. അതിനാൽ ഇങ്ങോട്ട് മൊത്തം പക്ഷികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ മയിലാണ് കാണുന്നത്, നമ്മളെ സാധാരണ ഇന്ത്യൻ പീക്കോക്ക്. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ള കളറുള്ള മയിലാണ്. പക്ഷേ ഇവിടെ എനിക്കൊരു 10-25 മയിലുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും മയിലിനെല്ലാം കാണുന്നത്, പ്രത്യേകിച്ച് ഒരു സൂവിൽ വന്നിട്ട്. നമ്മളീ കാണുന്നത് പുള്ളിമാനാണ് കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് ഇതിലെങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ്റെ ബോർഡ് കണ്ടില്ല. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മൊത്തം ഒരു കിളികളെ ഏരിയ ആണ് കേട്ടോ. അവിടെ ഇപ്പോൾ നിറച്ചും കാണുന്നത് തത്തകളാണ്. നമ്മൾ നാട്ടിൽ കാണുന്നത് കാരണം പച്ചത്തത്ത, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറേ കിളികളുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് സാരസാണ്, സാരസ് കൊക്ക്. നമ്മളെല്ലാ സൂവിലൊന്നും ഇത് ഉണ്ടാവില്ല. നമ്മൾ തിരുവനന്തപുരം സൂവിൻ്റെ വീഡിയോ എല്ലാം എടുത്തപ്പോൾ അതിലൊന്നും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മളീ കാണുന്നത് ഒരു ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ഇത് നമ്മൾ സാധാരണ നാട്ടിലുള്ള തത്തല്ലേ, അതിൻ്റെ വലിയ രൂപം. പക്ഷെ നല്ല കളർഫുള്ളല്ല, യെല്ലോ ബ്ലൂ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് വേറൊരു ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ഇത് ഒരു മൾട്ടി കളർ, ശരിക്കും റെഡാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ തൂവലെല്ലാം കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ രണ്ടെണ്ണം നല്ല രസത്തിലുള്ളത് രണ്ടെണ്ണം. ബ്ലൂ, റെഡ്, യെല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം കണ്ടത് പക്ഷികളെ സെക്ഷന് ശേഷം ഇതവിടെ മാനുകളാണ്. അതിനാൽ അങ്ങോട്ടേക്ക് മൊത്തം മാനുകളാണ്. പല ടൈപ്പിലുള്ള മാനുകൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് വേലി കെട്ടിയിട്ട് ഇവർ വേർതിരിച്ച് ഇരിക്കുകയാണ്. പുള്ളിമാൻ വേറെ, അങ്ങനെ വ്യത്യസ്തമായുള്ള മാനുകളുണ്ടല്ലോ, അത് നിറച്ചുണ്ട് ഇവിടെ. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിവിടെ മാനിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് കാട്ടുപോത്താണ് കേട്ടോ. ഒരു 10-20 കാട്ടുപോത്തുണ്ട്, 2 ഭാഗത്തായിട്ട് വളർത്തുന്നുണ്ട് ഇവിടെ. അതുപോലെ ഇത് വണ്ടല്ലൂർ എന്ന് പറയുമ്പോൾ ഇതൊരു മലയുടെ അടിവാരാണ് സ്ഥലം വരുന്നത്. ഒരു കാടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ കാട്ടുപോത്തിനെ കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം, ഒരു മലയാണ്. മലയുടെ അടിവാരത്താണ് ഈ വണ്ടല്ലൂർ സൂ വരുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടുത്തെ ആ മലയുടെ അടിവാരത്തുള്ള ഈ സൂ കേട്ടോ. നമ്മൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ഈ മല ശരിക്കും നമുക്ക് കാണാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ വൈറ്റ് ടൈഗർ ഉണ്ട്, വെള്ളക്കടുവ, അതുപോലെ ഹിമാലയൻ ബ്ലാക്ക് ബിയർ, അങ്ങനെയുള്ളൊരു ഒരു ഭാഗത്തേക്കാണ്. ഇതിലേതാ ഏരോ മാർക്ക് ഉണ്ട്. ഇതിലെ അങ്ങ് പോയാലാണ് അവിടെ ഇതെല്ലാം ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ആ ബോർഡ് കണ്ട സ്ഥലത്തൂടെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ വെള്ളക്കടുവയുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മൾ എൻ്റെ പിറകിലായിട്ട് കാണുന്നത്. അവിടെ കിടന്ന് ഉറക്കാണത്, പക്ഷേ അതിൻ്റെ വാലെല്ലാം ആടുന്നുണ്ട്. വെള്ളക്കടുവയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണാം. നമ്മൾ ഇവിടെ വെള്ളക്കടുവേനെ കണ്ടില്ല. അതിനുശേഷം വരുന്നത് ബംഗാൾ ടൈഗറാണ് കേട്ടത്. എൻ്റെ തൊട്ട് പിന്നിലായിട്ട് പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ 2 ഉണ്ട്. ഒന്നവിടെ കിടന്ന് ഉറക്കാണ്, ഒന്ന് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വണ്ടല്ലൂർ സൂവിലെ സ്റ്റാർട്ടിങ് തന്നെ സൈക്കിള് റെൻറ്റിന് കിട്ടുന്ന സ്ഥലം കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മളിപ്പോൾ കുറേ ദൂരം നടന്നു വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സൈക്ലിംഗ് അറിയുന്നവരാണ് സൈക്കിൾ എടുത്ത് വരുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നടക്കാനുണ്ട്, അത്രയും കാണാനുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചില കാഴ്ചകളൊക്കെ നമ്മൾ വിട്ട് കളയും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൈക്ലിംഗ് ആണ്. അതായിരിക്കും കൂടുതൽ നന്നാവുക. എന്നാൽ അത്രയും നമുക്ക് കാശും വരുന്നുള്ളൂ, പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചുറ്റിക്കാണാം. നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്ത് ഇപ്പോൾ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തമിഴ്നാട് ടീ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു സ്നാക്ക് ഷോപ്പാണ്. അപ്പോൾ ഞാനിവിടെ ചായയും ബ്രെഡ് ഓംലേറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വേറെ കുറേ ഐറ്റം എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ചായക്ക് 15 രൂപ, ബ്രെഡ് ഓംലേറ്റ് 40 രൂപ. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് വേറെ ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകണം. അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്താണ്. ഞാനവിടെ സ്നാക്ക് ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇത് 40 രൂപയാണിത്. 2 ബ്രെഡും ഒരു ഓംലേറ്റും, പിന്നെ ചായക്ക് 15 രൂപയും. അപ്പോൾ നമ്മൾ ചെറിയൊരു റെസ്റ്റ് എടുക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു 5-6 കിലോമീറ്റർ നമ്മൾ നടന്നു വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഒരു സ്നാക്സ് എല്ലാം കഴിച്ച് അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.